ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ ഈസി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മട്ടൻ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം പിന്നെ നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം വാർക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുക്കറിലാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈൻ ചെയ്തിട്ടുള്ള നമ്മളെ മട്ടൻ കംപ്ലീറ്റ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണിനടുത്ത് നമ്മൾ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഈ ഇറച്ചിയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി തിരുമ്പി എടുക്കാം. അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിൽ വരുന്ന വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് മാക്സിമം മതിയാവും ഇത് വേവാനായിട്ട്. ബീഫിൻ്റെ അത്രയ്ക്ക് വേവില്ല നമ്മൾ മട്ടന്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഇനി ഒരു പാനൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 4 സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവോള ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവോള കുറച്ചിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ സവോള നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സവോളയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള നല്ലപോലെ സോഫ്റ്റായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി പേസ്റ്റല്ല, ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ സെയിം അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴണ്ട് പച്ചമുളകൊക്കെ പോയി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്താലാണ് നമ്മൾ ഈ ഒരു കറി നല്ല തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മളെ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മളെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമ്മളെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവൊക്കെ വ്യത്യാസപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് ഉടഞ്ഞ് ജോയിൻ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വാട്ടി നല്ല സോഫ്റ്റാക്കി എടുക്കാം.
അങ്ങനെ ദേ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഇതിൽ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മട്ടൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കണ്ടില്ലേ മട്ടനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇട്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് വെള്ളവും അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ മസാലയൊക്കെ ഈ ഇറച്ചിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് സെറ്റാവാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോഴാണ് ആ മസാലയൊക്കെ കറക്റ്റായിട്ടൊന്ന് ജോയിൻ്റ് ആയിട്ട് ആ ഗ്രേവിക്കൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ചേർക്കുന്നതോട് കൂടി ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കറി കുറച്ച് തിക്കായിട്ടും നല്ല ഡാർക്ക് കളറായിട്ടും വരണേ കേട്ടോ. അങ്ങനെ ദേ ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മട്ടൻ കറിയാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ചപ്പാത്തി, പത്തിരി, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൻ കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.